സ്വന്തമായിട്ടൊരു വരുമാനം ആഗ്രഹിക്കുന്നത് തെറ്റാണോ? നമ്മുടെ മക്കൾക്ക് നമ്മളുടെ കാശ് കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനും നമ്മളുടെ പേരൻസിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാനും ആഗ്രഹിക്കുന്നത് തെറ്റാണോ? കാശില്ലാത്തതിന്റെ പേരിൽ അപമാനം സഹിച്ചവർക്കൊക്കെയാണ് കേട്ടോ എൻ്റെ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ജേണിയെ കുറിച്ചാണ് കേട്ടോ പറയണത്. ഞാൻ യൂട്യൂബ് തുടങ്ങാനുണ്ടായ കാരണം, എനിക്ക് യൂട്യൂബ് തുടങ്ങിയിട്ടും ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്തെല്ലാമെന്നൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോയ്ക്ക് എന്നെ നോക്കിയിരുന്ന് പറയാനുള്ളൊരു മടി കൊണ്ടാണ് കേട്ടോ എൻ്റെ കുറച്ച് പാചകങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചത്. കണ്ട വിറക് കൊത്തി പൊളിക്കാൻ മടിയല്ല കേട്ടോ, അവിടെ മഴയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ആ വിറക് അങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ചാൽ കേട്ടോ ദോശ ചുടുമ്പോൾ. ഞാൻ ശരിക്കും ഇങ്ങനെ വെക്കുമ്പോൾ വല്ല സ്റ്റൂളോ എന്തെങ്കിലും താഴെ വീഴാതിരിക്കാൻ വേണ്ടി വെക്കലുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നെടുത്ത വീഡിയോ ആണ്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വെക്കലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളുടെ ഓരോ കണ്ടുപിടുത്തങ്ങൾ. ഇപ്പോൾ ഗ്യാസിനൊക്കെ നല്ല വിലയല്ലേ, അപ്പോൾ പിന്നെ വിറക് തന്നെയാണ് അധികം കത്തിക്കൽ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് എനിക്ക് സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വരുമാനമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കയ്യിൽ എന്തെങ്കിലും കിട്ടണം എന്നുള്ളത്. ഇന്നും ആ ആഗ്രഹം എന്താ പറയുക നടന്നിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. എന്നാലും പിന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്നുള്ളത്. ഇപ്പോൾ മക്കളൊക്കെ ആയി, ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയായി, കണ്ണേറ്റും വെയ്യാണ്ടായി, അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വേറെ ഒരു വരുമാന മാർഗം എനിക്ക് കിട്ടാനില്ല എന്നുള്ള ഒരു പരമമായ യാഥാർത്ഥ്യമല്ലേ, അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് കേട്ടോ. യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാൻ നടുവട്ടത്ത് നിന്നാണ് കേട്ടോ യൂട്യൂബ് തുടങ്ങിയത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ്. ഞങ്ങൾ അയൽവാസിക്കാരൊക്കെ എന്നെ പുച്ഛിക്കും കളിയാക്കി ചിരിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒരു വലിയ വില ഒന്നുമില്ല, 250 രൂപയുടെ ഒരു ട്രൈപോഡ് വാങ്ങിയിട്ട് ആ ട്രൈപോഡായിട്ട് ഞാൻ അവിടെയൊക്കെ നടന്ന് വീഡിയോ എടുക്കുമ്പോൾ അന്നെൻ്റെ മക്കൾ ചെറുതാണ് കേട്ടോ, ട്രിപ്ലറ്റ്സാണ് 3 ആളും. പക്ഷെ അന്നൊക്കെ എനിക്ക് യൂട്യൂബിനെ പറ്റി വലിയതായിട്ട് അറിയില്ല. അപ്പം ഞാൻ എന്താ പറയുക, എൻ്റെ മക്കളോടൊക്കെ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും അവിടെ ഇവിടെയൊക്കെ ഇരുത്തിയിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഫസ്റ്റൊക്കെ വീഡിയോ ഇട്ടിരുന്നത്. എൻ്റെ മല്ലു ട്രിപ്ലറ്റ്സ് പറഞ്ഞ ചാനലിലാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടിരുന്നത്. ഇപ്പോഴും ചാനലുണ്ട്, വേണമെങ്കിൽ കയറി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളോട് ഒച്ച ഉണ്ടാക്കരുത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്തിരുന്നത്. കുട്ടികളെ കാണിക്കാൻ എനിക്ക് പേടിയായിരുന്നു. എല്ലാവരും ഇങ്ങനെ കുട്ടികളെ കാണിച്ചാൽ വീഡിയോ ചാനലിൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആ ഒരു ഇതിൽ അന്നൊന്നും ഞാൻ മക്കളെ കാണിക്കില്ലായിരുന്നു കേട്ടോ. കഷ്ടപ്പെട്ടിട്ട് ഞാൻ വീഡിയോ എടുത്തിരുന്ന മക്കളൊക്കെ ഉറങ്ങി. ഇവരൊക്കെ ഉറങ്ങുമ്പോൾ രാത്രി 12 മണിയാകും 3 എണ്ണം ഉറങ്ങുമ്പോൾ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അറിയാവുന്ന പോലെയൊക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ ഇട്ടാ. പക്ഷെ അതെനിക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറൊരു കാര്യം. നേരെ നല്ലൊരു ക്യാമറയൊന്നും അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ വിജയിച്ചില്ല. അപ്പോൾ ഞാൻ 2ാമത്തെ ചാനൽ തുടങ്ങി. അങ്ങനെ ആ ചാനലിൽ ഏകദേശം 3000 മണിക്കൂറൊക്കെ ആയി, മണിക്കൂറുമായി, വാച്ച് ടൈമും ആയപ്പോഴാണ് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പൊട്ടിയത് കേട്ടോ. അതോടുകൂടി 1 വർഷത്തെ ഗ്യാപ്പ് വന്നു. പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് വീഡിയോ കയറാതായിട്ട് പിന്നെ ഞാൻ തുടങ്ങിയതാണ് കേട്ടോ നമ്മളെ ഈ മൈ വേ ബൈ ശ്രീ എന്നുള്ള ഈ ചാനൽ. അപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ആഗ്രഹം എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ബസ്സിനുള്ള പൈസ ഇല്ലേ, അങ്ങനെ ഒരു പൈസ എങ്കിലും ഇതിന്ന് കിട്ടിയാൽ നമ്മൾ വരുമ്പോഴും പോകുമ്പോഴും ചോദിക്കണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും പൈസ തരുമോയെന്ന്. ആദ്യമൊക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പാഷനായിരുന്നു കേട്ടോ. അന്നൊക്കെ പാഷൻ തന്നെ പറയാം. നമ്മളുടെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി, പിന്നെ ആദ്യമായിട്ട് എനിക്ക് ഇതിന്ന് ഒരു വരുമാനം കിട്ടിയേ പറ്റൂ എന്നുള്ള ഭയങ്കര ആഗ്രഹം തോന്നിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ എൻ്റെ മോനോട് എന്തോന്ന് പറഞ്ഞപ്പോൾ മോൻ വേഗം എന്നോട് പറഞ്ഞു, എന്തിനാ അമ്മ പറയണത് ഞങ്ങൾ കേൾക്കണം, ഞങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ കാശ് ചിലവാക്കുന്നത് അച്ഛനല്ലേ, അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതല്ലേ ഞങ്ങൾ കേൾക്കണ്ടേന്ന് ചോദിച്ചിട്ടാ. അപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടിയിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇത് അമ്മയുടെ പൈസയാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു വാക്ക് ആ കുട്ടി, ചെറിയ കുട്ടിയാണ്, 3 വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്ന്, അങ്ങനെ ഒരു വാക്ക് എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നിട്ടാ. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടോ. നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സത്യം പറയാനുള്ള സുഹൃത്തുക്കളെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പൈസ ഉള്ളത് എടുക്കാനും ഉപയോഗിക്കാനും സാധിക്കും. ബാക്കി ആർക്ക്
എത്ര ഉണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഹസ്ബൻഡിനായാലും നമ്മളെ വീട്ടിലായാലും ആർക്കായാലും പൈസ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം, കാശിനോടുള്ള അത്യാർത്ഥിയല്ല കേട്ടോ, അത്യാവശ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാശ്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ബസ്സിന് പൈസ. ഇപ്പോൾ വാഴ സിനിമ വന്നപ്പോൾ ഞാനിപ്പോൾ സ്കൂൾ പൂട്ടിയപ്പോൾ എൻ്റെ മക്കളെ ഓരോരുത്തരൊക്കെ ഒപ്പം ഇങ്ങനെ നിർത്തുമ്പോൾ അവർ തന്നെ വാഴ സിനിമ കാണിക്കാമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞിട്ട് പൈസ ഇല്ല. വാഴ സിനിമ കാണിക്കണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ കാശില്ല. കാശ് എന്നുള്ളതൊരു മെയിൻ പ്രശ്നമാണ് കേട്ടോ. ഞാൻ ദാരിദ്ര്യം പറയാൻ വിചാരിക്കരുത്. നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലിപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണല്ലോ 1 വർഷത്തോളമായി നിൽക്കണം. ചിലവും കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷേ നമ്മളെ കുട്ടികൾക്ക് ഒരു സിനിമയ്ക്ക് പോകണമെന്ന് തോന്നിയാലോ, അപ്പോൾ കടലിൽ പോകണമെന്ന് തോന്നിയത് നമ്മൾ പോയി, അതിന് നമ്മുടെ അടുത്താണ് ഇട്ട കടൽ, ബസ്സിന് പോയാൽ മതി. അതല്ല അങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് പോകണമെങ്കിലോ ഇന്ന് വരെ ഞാൻ ജീവിതത്തിൽ ഒരു ടൂർ പോയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ മക്കളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ ആഗ്രഹമാണ് കേട്ടോ. നിങ്ങൾക്കില്ലേ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ? ആഗ്രഹമാണ് മക്കളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഇവർ എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുത്തരും കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഡ്രസ്സ് കാണിച്ചാൽ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മായിയമ്മ പറയേ അത് ഓൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ട് ഓളെ വീട്ടുകാർ വാങ്ങി തന്നോണ പറയാന്ന് പറയട്ടോ. അങ്ങനത്തെ അമ്മായിമ്മമാരുണ്ടെന്നുള്ളത് വേറെ കാര്യം. അപ്പോഴൊക്കെ ഇവർ എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നാലും എൻ്റെ അനിയത്തിമാരെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാനും, അതുപോലെ ഒരു വിഷു ആകുമ്പോൾ ഒരു വിഷു കൈനീട്ടം കൊടുക്കാനും അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇതുവരെ നടക്കാത്ത ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയത് കേട്ടോ. ആൾക്കാർക്ക് കളിയാക്കാൻ പലതും ഉണ്ടാകും, നമ്മളുടെ ചിലവും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് പൈസ ഇല്ലാത്ത ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അറിഞ്ഞ വർഷം ഇതാണ് കേട്ടോ. നമുക്ക് പല കാര്യങ്ങൾക്കും പലതും വാങ്ങാനും കഴിക്കാനും പല സ്ഥലങ്ങളും പോകാനും ഒക്കെ ആഗ്രഹം ഉണ്ടാകും. ഞാൻ ഇപ്പോൾ ഈ കണ്ണിട്ട് വയ്യാതെ 1 വർഷം എൻ്റെ വീട്ടിലിരുന്നിട്ട് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു എന്നൊക്കെ. ഇപ്പോഴും ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ് കേട്ടോ. എന്തെങ്കിലും എൻ്റെ കാര്യങ്ങൾ നടക്കാനുള്ള പൈസ കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇപ്പോഴും ഓരോ വീഡിയോകളും ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ ജീവിക്കാൻ ഒരു കാശില്ലാത്തവർ എന്താ ട്രൈ ചെയ്യട്ടോ, കിട്ടുമോ ഇല്ലയെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ആയാലും ചിലപ്പോൾ നമ്മളെ ഭാഗ്യം തുണയ്ക്കുകയും നമ്മൾ ചെയ്തില്ല എന്നുള്ള ഒരു ഖേദം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഞാൻ പല വീഡിയോകളിലായിട്ടുള്ള സീനുകൾ എടുത്തിട്ടതാണ് കേട്ടോ. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പം എനിക്ക് ചെറിയൊരു നെഞ്ചുവേദനയായ കാരണം വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ. ന്യൂമോണിയ മാറിയിട്ട് ഞാൻ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. മറ്റേ സൈഡിലും ഭയങ്കര വേദന കേട്ടോ. അപ്പോൾ നീർക്കെട്ടാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം വേറെ വീഡിയോയായി കാണാം.